Welcome to this video. Victers ചാനലിൽ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ഡേ അസൈൻമെൻറ്റ് ഒരു ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഡ്രാഫ്റ്റ് എ ലെറ്റർ ടു ദ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മേയർ ഓർ മുനിസിപ്പൽ ചെയർമാൻ ഇൻവൈറ്റിംഗ് ഹിസ് ഓർ ഹെർ അറ്റൻഷൻ ടുവേർഡ്സ് ദ കണ്ടാമിനേഷൻ ഓഫ് ദ റിവർ ഇൻ യുവർ ലൊക്കാലിറ്റി which is the only drinking source in your village and urging him or her to take immediate measures to preserve it. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഗ്രാമത്തിലെ ഏക കുടിവെള്ള സ്രോതസ്സായ നദി മലിനമാക്കപ്പെടുന്നു. ആ നദിയെ മലിനീകരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഉടനെ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ലെറ്റർ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോ മേയർക്കോ മുനിസിപ്പൽ ചെയർമാനോ അയക്കണം. അതിന് ഒരു ലെറ്റർ തയ്യാറാക്കുക. ഇത് ഒരു ഫോർമൽ ലെറ്ററാണ്, ഒഫീഷ്യൽ ലെറ്റർ. അതിന് ഒരു പ്രത്യേക ഫോർമാറ്റും ഉണ്ട്. അത്തരം ഒരു സാമ്പിൾ ലെറ്റർ ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു. ഈ ലെറ്റർ ഒരു മോഡലാക്കിക്കൊണ്ട് നിങ്ങൾ സ്വന്തമായി ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് പരിശീലിക്കുക. ഒരു ഫോർമൽ ലെറ്ററിന് ആദ്യം വേണ്ടത്, ഏറ്റവും മുകളിലായി എഴുതേണ്ടത് ഫ്രം അഡ്രസ്, അതല്ലെങ്കിൽ റൈറ്റേഴ്സ് ഓർ സെൻഡേഴ്സ് അഡ്രസ്, അയക്കുന്ന ആളിൻ്റെ അഡ്രസ്. അവിടെ ഫ്രം എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ആളുടെ നെയിമും എഴുതേണ്ട ആവശ്യമില്ല. അല്ലാതെ നെയിം ഒഴിച്ച് ബാക്കിയുള്ള അഡ്രസ്സ് എഴുതാം. ഇവിടെ ഞാൻ ഒരു അഡ്രസ്സ് എഴുതിയിരിക്കുന്നു. ഹാപ്പി വില്ല, ബ്ലോക്ക് നമ്പർ 17, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി, ഹരിപ്പാട്. ഫ്രം അഡ്രസ്സ് കഴിഞ്ഞ്, അതായത് സെൻറ്റേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞ് ഒരു സ്പേസ് താഴേക്ക് മാറി ഡേറ്റ് എഴുതാം. ഇവിടെ ശ്രദ്ധിക്കുക, ഡേറ്റ് എഴുതിയിരിക്കുന്നു 15th June 2021. അതിന് താഴെ ഒരു സ്പേസ് കൂടി വിട്ടിട്ട് ടു അഡ്രസ്, അതായത് റിസീവേഴ്സ് അഡ്രസ്. ആർക്കാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഇവിടെ മുനിസിപ്പൽ ചെയർമാൻ നമുക്ക് എഴുതാം, പഞ്ചായത്ത് പ്രസിഡന്റിന് എഴുതാം. പക്ഷേ ഇവിടെ ചെയർമാനാണ്, മുനിസിപ്പൽ ചെയർമാനാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞ് ഒരു സ്പേസ് കൂടി വിട്ടിട്ട് റിസീവേഴ്സ് അഡ്രസ്, അതല്ലെങ്കിൽ ടു അഡ്രസ്സ് എഴുതാം. അതുപോലെ ഇവിടെയും ടു എന്ന വേർഡ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. ദ ചെയർമാൻ, ഹരിപ്പാട് മുനിസിപ്പാലിറ്റി. നെക്സ്റ്റ് എഴുതേണ്ടത് സബ്ജക്റ്റ് ക്യാപ്ഷനാണ്. കണ്ടാമിനേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, അതായത് കുടിവെള്ളത്തിൻ്റെ മലിനീകരണം. അതാണ് നമ്മുടെ സബ്ജക്റ്റ്, അതവിടെ എഴുതി. ദെൻ നെക്സ്റ്റ് എഴുതേണ്ടത് സല്യൂട്ടേഷനാണ്. സർ, അതല്ലെങ്കിൽ മാഡം എന്നെഴുതാം. അതല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ, റെസ്പെക്റ്റഡ് മാഡം, ഇതൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. അതിനുശേഷം അതിന് താഴെ എഴുതേണ്ടത് ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ഇതൊരു ഫോർമൽ ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നാം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വളരെ ബ്രീഫായിട്ട് എഴുതാൻ ശ്രമിക്കണം. കാര്യങ്ങൾ മാത്രം എഴുതുക, ഒരുപാട് ഡീറ്റെയിലിംഗ് പാടില്ല. ഇവിടെ ബോഡി എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഐ വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ കൈൻഡ് അറ്റൻഷൻ എ സീരിയസ് മാറ്റർ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻ അവർ ലൊക്കാലിറ്റി വി ഡു നോട്ട് ഹാവ് വാട്ടർ സോഴ്സസ് എക്സെപ്റ്റ് എ റിവർ. ഞങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ജലസ്രോതസ്സുകൾ ഒന്നും തന്നെ ഇല്ല, ഒരു റിവർ ഒഴിച്ച്. നൗ the river water is being polluted and it is mainly because some people are dumping waste to the river. ഇപ്പോൾ നദിയിലെ വെള്ളം മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണം ആളുകൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് കൊണ്ടാണ്. ഐ ഹംബ്ലി റിക്വസ്റ്റ് യു ടു ടേക്ക് ഇമ്മീഡിയറ്റ് മെഷേഴ്സ് എഗെയിൻസ്റ്റ് ദി കണ്ടാമിനേഷൻ ഓഫ് ദി റിവർ. അതുകൊണ്ട് ഞാൻ വളരെ വിനീതമായി താങ്കളോട് അപേക്ഷിക്കുന്നു, നദിയുടെ മലിനീകരണത്തിന് എതിരായ പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. താങ്ക് യു എന്ന് എഴുതിയതിന് ശേഷം ഒരു കൺക്ലൂഡിങ് ഒരു ഫ്രേസ് എഴുതാം. ഈ കൺക്ലൂഡിങ് ഫ്രേസ് സാധാരണ ഫോർമൽ ലെറ്ററിൽ നമ്മൾ യുവേഴ്സ് ട്രൂലി, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ഒക്കെ എഴുതാം. ഇവിടെ ഞാൻ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ ഇടുക. ദെൻ നെയിം ഓഫ് ദ റൈറ്റർ. ഇത് കഴിഞ്ഞിട്ട് സിഗ്നേച്ചർ കഴിഞ്ഞിട്ടാണ് നെയിം ഓഫ് ദ റൈറ്റർ എഴുതേണ്ടത്. ആരാണ് എഴുതുന്നത് എന്ന് ആ പേര് അവിടെ എഴുതാം. ഇതാണ് ഒരു ഫോർമൽ ലെറ്റർ എന്ന രീതിയിൽ നിങ്ങൾ ഈ രീതിയിൽ പരിശീലിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഈ ഒരു ലെറ്ററിൽ റിവർ എന്ന വേർഡ് കഴിഞ്ഞ് കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഐ ഹംബ്ലി റിക്വസ്റ്റ് എന്ന് തുടങ്ങുന്ന ആ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു എറർ വന്നതാണ്. നിങ്ങൾ എഴുതുമ്പോൾ അത് ഒരു നെക്സ്റ്റ് പാരഗ്രാഫ് ആയി തന്നെ എഴുതുക.